പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ 4 മണിക്ക് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിക്കുന്നുണ്ട്. പി ബസന്ത് നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, നാടകീയമായ രംഗങ്ങൾ, ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ന് പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. ഇന്ന് പാർലമെന്റിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ബസന്ത്? ആര്യ, ഇന്ന് അസാധാരണമായ രംഗങ്ങൾക്കാണ് ഇന്ന് പാർലമെൻറ്റ് സാക്ഷ്യം വഹിച്ചത്. രാവിലെ CPP യോഗത്തിന് ശേഷം, അതായത് പാർലമെൻ്ററി പാർട്ടി യോഗത്തിന് ശേഷം കോൺഗ്രസിൻ്റെ എംപിമാർ അംബേദ്കർ പ്രതിമയുടെ മുന്നിൽ നിന്ന്, അതായത് പ്രേരണാ സ്ഥലിൽ നിന്നും പാർലമെൻറ്റ് മന്ദിരത്തിലെ മുഖ്യ കവാടത്തിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിലാണ് BJP എംപിമാരും സമാനമായി അംബേദ്കറുടെ ചിത്രങ്ങളുമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഭയുടെ മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായത്. പാർലമെൻറ്റ് മുന്നിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും വന്നതോടുകൂടി ഒരു പോർക്കളം അവിടെ ഒരുങ്ങുകയായിരുന്നു. പോർവിളിയായി പിന്നീട് വാഗ്വാദമായി. അതിനിടയിൽ BJP MP പ്രതാപ് സിംഗ് സാരംഗിയെ ആരോ പിടിച്ചു തള്ളി എന്നുള്ളൊരു ആരോപണം ഉയർന്നു. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പരിക്കേറ്റ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. BJP അംഗം രാജ്യസഭയിൽ നാഗാലാൻഡിൽ നിന്നുള്ള വനിതാ MP തന്നെ രാഹുൽ ഗാന്ധി തന്നെ നേരെ വന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ അതിനിടെ എംപിമാരെല്ലാവരും സ്പീക്കറെ കാണുകയും സ്പീക്കർ ഓം ബിർളയ്ക്ക് ഒരു നിവേദനം നൽകുകയും ചെയ്തു. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം പാർലമെന്റിനുള്ളിൽ നിന്നുണ്ടായിരിക്കുന്നു. അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യമാണ് കോൺഗ്രസ് എംപിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വനിതാ എംപിമാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനും പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടെ BJP രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പരാതി നൽകാൻ ഇപ്പോൾ തയ്യാറെടുക്കുന്നുണ്ട് പോലീസിൽ, അതായത് ആക്രമിച്ചു എന്നുള്ള തരത്തിൽ. എന്നാൽ രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസ് എംപിമാർ പറയുന്നത്. അല്പസമയം മുമ്പ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും പറയുന്നത് BJP അംഗങ്ങൾ ഈ പ്ലക്കാർഡുകൾ ഉയർത്തിയിരുന്നത് ഒരു വടിയിലായിരുന്നു, ഇത് MPമാരെ തല്ലാൻ വേണ്ടി ഉപയോഗിച്ചതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് സജീവമായി ഉന്നയിക്കുന്നത്. അംബേദ്കറെ അപമാനിച്ചുകൊണ്ടുള്ള അമിത്ഷായുടെ പ്രസംഗമാണ് ഇപ്പോൾ ഈ ഒരു വലിയ ഒരു വാഗ്വാദത്തിലേക്കും പോരിലേക്കും തന്നെ എത്തിച്ചിരിക്കുന്നത്. പാർലമെന്റ് ഇതുവരെ കാണാത്ത തരത്തിലുള്ള സമാനമായ രംഗങ്ങൾ, അസാധാരണമായ രംഗങ്ങൾ, നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഉച്ചയ്ക്ക് 2 മണിവരെ സഭ നിർത്തിവെച്ചു. 2 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോഴും പ്രതിപക്ഷം ഇരുസഭകളിലും വലിയ തോതിൽ തന്നെ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ലോക്സഭയിലാകട്ടെ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിലേക്ക് കയറി നിന്ന മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 4 മണിക്ക് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും മാധ്യമങ്ങളെ കാണും. തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനുള്ള തീരുമാനമാണ് അതിലുള്ളത്. അതിനിടെ പരിക്കേറ്റ് ആശുപത്രിയിലുള്ള 2 BJPമാരുണ്ട്. അതായത് പ്രതാപ് സിംഗ് സാരംഗി ഒഡീഷയിൽ നിന്നുള്ള MPയും അതോടൊപ്പം തന്നെ മുകേഷ് രാജ്പുത്തും. ഈ 2 പേരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിക്കുകയും വിവരങ്ങൾ ആരായുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പാർലമെന്റ് ഇന്ന് പിരിയും എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ നാളെ കൂടി ചേരാനാണ് സാധ്യത. നാളെ JPCയുമായി ബന്ധപ്പെട്ട പ്രമേയം ലോക്സഭയിൽ അംഗീകരിച്ച ശേഷമായിരിക്കും സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുക.